നമ്മുടെ ബീച്ചിലൊന്നും ആരും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ ഒരു കൂട്ടം പക്ഷികൾ ഒരേ സ്ഥലത്തേക്ക് പറന്നു പോകുന്നത് ശ്രദ്ധിച്ചത്. വെയിലത്ത് വന്നതുകൊണ്ട് കണ്ണൊന്നും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് ഫോൺ എന്നെ എടുത്തൊന്ന് സൂം ചെയ്ത് നോക്കി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ അസീസ്ക അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയണ്ടേ? കഴിഞ്ഞ 33 വർഷമായി ഈ ശബ്ദം കോഴിക്കോട് ബീച്ചിലെ തെരുവുനായകൾക്കും പക്ഷികൾക്കുമെല്ലാം പരിചയമാണ്. ഈ ശബ്ദം കേട്ടാൽ പിന്നെ ആകാശത്തെ കാഴ്ച ഇതാണ്. പരുന്തുകളും കാക്കകളും കൂട്ടമായി എത്തുകയാണ്. എന്തിനാണെന്നോ? മുടങ്ങാതെ 3 നേരം കിട്ടുന്ന ഭക്ഷണത്തിന്. സമീപത്തെ ഇറച്ചിക്കടകളിൽ നിന്ന് ഈ സൈക്കിളിലാണ് അസീസ് ഇവർക്കായുള്ള ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പൊ ഭൂമിയുടെ അവകാശികൾക്ക് ഭക്ഷണമായിട്ട് വരുന്ന അസീസ്ക അവിടെ ഇരിപ്പുണ്ട്. അത് തന്നെയാണ് കേട്ടോ കാരണം. അങ്ങോട്ട് നോക്കിയേ, എല്ലാവരും എത്ര ഒത്തൊരുമയോട് കൂടിയാ നിൽക്കുന്നത്. പരുന്ത്, കാക്ക, നായ, പൂച്ച, അങ്ങനെ എല്ലാവരും. ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജന്മം കൊണ്ടൊക്കെ എന്ത് കാര്യം എന്നാണ് അസീസ്ക ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന് മാതൃകയാകാം. നമ്മൾ കൊണ്ടു കൊടുത്തത് മാത്രമേ കിട്ടുള്ളൂ. ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അതിനെ നമ്മൾ പരിപാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ?